ഹലോ. അപ്പോൾ നമ്മളിന്ന് അടുത്തൊരു മോർണിംഗ് റൂട്ടീനാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാനൊന്ന് ഓണായി വരാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം ഒക്കെ ഇങ്ങനെ നിന്ന് ഏതൊക്കെയാണെന്നൊക്കെ ഒന്ന് നോക്കി അങ്ങനെയൊക്കെയാണ് രാവിലെ കുറച്ച് സമയം അങ്ങനെ നിൽക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് ഒരു 6:45 നീച്ചിട്ടുണ്ടെങ്കിൽ മോൻ പോകുമ്പോഴേക്കും ഏകദേശം എല്ലാതും റെഡി ആവാറുണ്ട് കേട്ടോ. പിന്നെ ചില്ലറ കുറച്ച് പരിപാടികൾ മാത്രമേ ഉണ്ടാവാറുള്ളൂ. ഞാനിങ്ങനെ കുറേ ടൈം എടുത്ത് കുക്ക് ചെയ്യുന്ന ആളല്ല, പെട്ടെന്ന് തീർക്കുന്നതാണ് എനിക്കിഷ്ടം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അടിച്ചു വാരി പിന്നെ തുടച്ചു എന്നും ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ. അപ്പോൾ ചോറ് ഇതിൻ്റെ മുന്നേ വെച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഞാൻ എണീറ്റ് ഉടനെ തന്നെ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ കേട്ടോ. ഞാൻ നോക്കാം, വഴിയെ പറയാം. അപ്പോൾ നമ്മളിതാ ക്ലീനിങ് ഒക്കെ ഏകദേശം കംപ്ലീറ്റ് ആയി. മെയിനായിട്ട് നമ്മൾ ഫ്രണ്ട് ഭാഗം കേട്ടോ ഫസ്റ്റ് എണീറ്റ് ഉടനെ ചെയ്തിടുക. കാരണം നമുക്ക് ആരെങ്കിലും ഗസ്റ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഫ്രണ്ട് ഭാഗം ഒക്കെ കിടന്നാൽ തന്നെ കുറേ ഒക്കെയാണ്. പിന്നെ ഉൾഭാഗമൊക്കെ നമ്മൾ മക്കളൊക്കെ പോയതിൻ്റെ ശേഷമാണ് ക്ലീൻ ചെയ്തിടാറുള്ളൂ. അപ്പോൾ ആസ് യൂഷ്വൽ നമ്മളെ കിണ്ടി വെള്ളം ഒക്കെ എടുത്ത് വെക്കുന്നുണ്ട്. അത് ഇവിടുത്തെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അമ്മ എപ്പോഴും ചെയ്യാറുണ്ട്. അപ്പോൾ അമ്മ വെയ്യാണ്ട് കിടക്കുന്നതുകൊണ്ട് ഞാൻ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ മുറ്റം അടിച്ചു വരാനാണ്. ഇങ്ങനത്തെ മുറ്റമായതുകൊണ്ട് അധികം ബുദ്ധിമുട്ടില്ലാതെ അടിച്ചു വരാൻ വേണ്ടി പറ്റും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇപ്പം അങ്ങനെ ഇല വീഴുന്ന സീസണൊന്നുമല്ല. ചില സമയത്ത് നല്ല ഇല വീഴുന്ന സീസൺ, അതുപോലെ ഈ വിഷുക്കാലത്ത് കണിക്കൊന്ന പൊഴിയുന്ന സീസൺ, ആ സീസണിലൊന്നും എനിക്ക് അടിച്ചു വരാനേ ഇഷ്ടം ഉണ്ടാവാറില്ല. അപ്പോൾ ഇപ്പോൾ വലിയ കുഴപ്പമില്ല, അവിടെയും ഇവിടെയൊക്കെ ഒന്ന് തോണ്ടിയാൽ മതി, അത്രയേ ഉള്ളൂ. അല്ലാതെ വലിയ കരടും കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പോൾ ഞാനങ്ങനെ അടിച്ചു വാരി ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. വലിയ മുറ്റാട്ടോ, മുറ്റം വലിയ മുറ്റാണ്. അതാണ് എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമില്ലാത്ത അടിച്ചു വരാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. കുക്കിംഗ് എനിക്ക് ഭയങ്കര പാഷനാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്ത് സംഭവം ഉണ്ടാക്കാൻ എനിക്കിഷ്ടം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, എണീറ്റ് ഉടനെ ഞാൻ ചോറിനുള്ള സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാട്ടോ, ഇതാണ് എണീറ്റ് ഉടനെയുള്ള കോലം. എന്നിട്ടാണ് പിന്നെ ഞാൻ ഉമ്മറത്തെ ഫുട്ടേജൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ അത്ര മീൻസ് ലൈറ്റായി തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ഒരു 6:30 ആ ഒരു ടൈമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഞാൻ ഫസ്റ്റ് കുക്കറിൽ അരിക്കുള്ള വെള്ളം വെച്ചു. പിന്നെ അതുപോലെ മറ്റേ കുക്കറിൽ ഇന്ന് മോനും പയറാട്ടോ കൊടുത്തയക്കുന്നത്. മമ്പയറില്ലേ, അതാണ് കൊടുത്തയക്കുന്നത്. അപ്പോൾ അത് ഒരു കുക്കറിൽ അതും വെച്ചിട്ടാണ് ഞാൻ പിന്നെ ഉമ്മറത്തോട്ട് പോയത് കേട്ടോ. അപ്പോൾ അരിയും കൂടി കഴുകിയിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിസിലടിക്കണം ശ്രദ്ധിച്ചാൽ മതിയല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്തത്. അങ്ങനെ ആകുമ്പോൾ മോൻ പോവാൻ നേരമാകുമ്പോഴേക്കും കറക്റ്റായിട്ട് ആയിക്കോളൂ കേട്ടോ. അധികം വേഗവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ അമ്മ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസിയാണ്. ഉമ്മറത്തേക്കൊക്കെ അമ്മ പോയിക്കോളും, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെ കാര്യങ്ങൾ അമ്മ ചെയ്യും. അപ്പോൾ പിന്നെ നമുക്ക് കുക്കിംഗ് മാത്രം നോക്കിയാൽ മതി. ഇനി പനീൻ്റെ വൈഫാണ് ഉള്ളതെന്ന് വെച്ചെങ്കിൽ അതും അങ്ങനെ തന്നെ കേട്ടോ. അപ്പോൾ അവൾ അടിച്ചു വരാതെ തുടയ്ക്കുക അങ്ങനത്തെ കാര്യങ്ങൾക്ക് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് കുക്കിംഗ് മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഇപ്പോൾ ആരും ഇല്ലാത്തതിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ അതാ ഞാൻ നാളികേരം കൂടി പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ. ഞാനിന്ന് പുട്ടാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. പുട്ടല്ല, ഇന്ന് ഞാൻ ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ദോശയിലേക്ക് ചട്നി വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നാളികേരം പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പാല് ഒഴിക്കുന്നുണ്ട് കേട്ടോ. പാലും കൂടി ഞാൻ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഒറ്റയടിക്ക് 3 ഗ്യാസിലും കൂടി നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് പണികൾ കഴിയും കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഇമ്പോർട്ടൻസ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ നാളികേരം ഒന്ന് ചിരകി വെക്കാമെന്ന് വിചാരിച്ചു. കാരണം നാളികേരം ചിരകിയിട്ടുണ്ടെങ്കിൽ തന്നെ പകുതി പണി കഴിഞ്ഞു കേട്ടോ. എനിക്ക് ഇഷ്ടമല്ലാത്ത പണിയാണ് നാളികേരം ചിരകൽ. പക്ഷേ ഈ വീട്ടിൽ ആർക്കും ഇഷ്ടമല്ല നാളികേരം ചിരകുന്നത്. അപ്പോൾ കുറച്ചെങ്കിലും ഇഷ്ടമുള്ളത് എനിക്ക് മാത്രമാണ്. അപ്പോൾ ഞാൻ പിന്നെ അങ്ങോട്ട് ചിരകി വയ്ക്കും. അപ്പോൾ രാവിലെ എണീറ്റ് വന്നാൽ നാളികേരം വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് തന്നെ നാളികേരം ചിരകി വയ്ക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞു. നമ്മളിനി നമ്മുടെ ചട്നി റെഡിയാക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു. നാളികേരം ഇട്ടു, പിന്നെ ഒരു 3 പച്ചമുളക്, വേപ്പില, ചെറിയ ഉള്ളി, ഇതൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ചട്നിക്ക് അരയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ പാല് തിളച്ച് വന്നു. അപ്പോൾ അത് ഞാനൊന്ന് സിമ്മാക്കി വെച്ചു. പിന്നെ ഞാൻ ഇന്നും രാവിലെ പച്ചവെള്ളം കുടിക്കാറുണ്ട് കേട്ടോ. 1 ഗ്ലാസ് അല്ലെങ്കിൽ 2 ഗ്ലാസ്സൊക്കെ പച്ചവെള്ളം കുടിക്കാറുണ്ട്. അപ്പോൾ അത് കുടിച്ചു. ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ ചട്നി അരയ്ക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഇവിടെ അധികം ദോശ ഉണ്ടാക്കണമെന്ന് ചട്നി അല്ലെങ്കിൽ സാമ്പാറാണ് ഉണ്ടാവുക. അപ്പോൾ മോന് സാമ്പാർ കേട്ടോ ഇഷ്ടം. അപ്പോൾ ഞാൻ സാമ്പാർ വയ്ക്കുന്ന ദിവസം കുറച്ചെടുത്ത് ഞാൻ ഫ്രിഡ്ജിലോട്ട് കയറ്റും. അപ്പോൾ എന്നിട്ട് പിറ്റേ ദിവസം അവന് സാമ്പാർ കൊടുക്കും ചൂടാക്കിയിട്ട്. അപ്പോൾ ഇന്ന് സാമ്പാർ ഉണ്ട് എന്നാണ് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചട്നി മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ അതാ ചട്നി റെഡിയായി.
നമ്മളപ്പം തന്നെ ഉള്ള പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ടെങ്കിൽ പാത്രം കുമ്പാരം കൂടുന്നത് കുറേ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ കുക്ക് ചെയ്യുന്ന സ്ഥലം അപ്പോൾ ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ അതും നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യം കേട്ടോ. പക്ഷേ ഞാൻ ഇതൊക്കെ ഇപ്പോൾ റീസെൻ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇനി ഉള്ളിത്തട്ടൊന്ന് വൃത്തിയാക്കാണ്ടായിരുന്നു, കാരണം നന്നായിട്ട് ചീഞ്ഞ ഉള്ളികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ഞാൻ റെഡിയാക്കും, കാരണം എനിക്ക് ഒന്നിനും സമയം കിട്ടില്ല. രാത്രിയൊക്കെ നമ്മൾ 8 മണി 9 മണിയാവും ഡ്യൂട്ടി കഴിഞ്ഞ് വരാൻ, പിന്നെ ഒന്നിനും സമയം കിട്ടില്ല. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഉള്ളിയുടെ തട്ടൊന്ന് ക്ലീൻ ചെയ്തു. ഇനി എന്തൊക്കെയാണ് വാങ്ങാനുള്ളത് എന്നുള്ളതൊക്കെ ഒന്ന് ആക്കി വെച്ചു കേട്ടോ. കാരണം നമ്മളിന്ന് പർച്ചേസിന് പോകുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ വാങ്ങാലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഉള്ളിത്തട്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ വമ്പയർ ഉപ്പേരി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലോട്ട് ഞാൻ കുറച്ച് ഉള്ളിയൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചു കേട്ടോ. ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് ഇട്ടിട്ടുള്ള ഉപ്പേരിയാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്തു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കുക്കറിൽ അരി വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് തിളച്ചു കേട്ടോ. എനിക്ക് അങ്ങനെ തന്നെ ഊറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഒരുമാതിരി കൊഴുപ്പ് ഫീൽ ചെയ്യും ഈ ചോറിന്. അപ്പോൾ എന്താ ചെയ്യുക കുറച്ചും കൂടി വെള്ളം വെച്ചിട്ട് ആ വെള്ളം ഒന്ന് തിളപ്പിച്ച് ഇത്തിരി കേട്ടോ, കുറച്ച് വെള്ളം വെച്ച് അത് തിളപ്പിച്ച് അതിലോട്ട് ആ ചോറിട്ടിട്ട് വാർക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ആ കൊഴുപ്പൊക്കെ മാറി നല്ല അടിപൊളി ചോറ് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഉള്ളി ഞാനൊന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ അരച്ച് വെച്ച മാവാണ് കേട്ടോ, നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഈ മാവ് രാവിലെ ഇങ്ങനെ പൊന്തി വരിക പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷം തരുന്ന കാര്യമല്ലേ. നിങ്ങൾക്ക് എങ്ങനെയാണ്? എനിക്കത് ഭയങ്കര സന്തോഷം തരുന്ന കാര്യം കേട്ടോ. നമ്മൾ അരച്ച് വയ്ക്കുമ്പോൾ ഇങ്ങനെ വിചാരിക്കും ഈശ്വര രാവിലേക്ക് പൊന്തിയാൽ മതിയായിരുന്നു എന്ന് ഇങ്ങനെ വിചാരിച്ചിട്ടാണ് അരച്ച് വയ്ക്കുക. അപ്പോൾ ഞാൻ അരയ്ക്കുമ്പോൾ 2-3 ദിവസത്തേക്കൊക്കെ ഉള്ളത് അരച്ച് വയ്ക്കും കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് മീൻസ് കുട്ടികൾക്കും ഇഷ്ടമാണ് ദോശയൊക്കെ. അപ്പോൾ കുട്ടികളിങ്ങനെ ദോശ വേണമെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടി 3 ദിവസത്തേക്കൊക്കെ അരച്ച് വയ്ക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഒരു ഗ്യാസിൻ്റെ മുകളിൽ നമ്മൾ ദോശപ്പണി ആരംഭിച്ചു. അപ്പുറത്ത് നമ്മൾ ചട്നി വറവിടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് നമ്മൾ ചോറ് വാർക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ ചട്നിക്കുള്ള സംഭവം വറവിട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ആ ചട്ടിയിൽ തന്നെ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം. അപ്പോൾ ഉപ്പേരിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ്. അതുപോലെ അതിൻ്റെ അപ്പുറത്ത് നമ്മൾ പാരലായിട്ട് ദോശ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ പണി പെട്ടെന്ന് കഴിയും. ചിലവർ ചോദിക്കും ഇങ്ങനെ മീൻസ് ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയിൽ 7 to 9 എൻ്റെ റൂട്ടീൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്ര പെട്ടെന്ന് പണികൾ തീരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ നമ്മൾ മൾട്ടി ടാസ്കിങ് ചെയ്താൽ പെട്ടെന്ന് പണികൾ തീരും കേട്ടോ. അപ്പോൾ അതാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്, മൾട്ടി ടാസ്കിങ്. നല്ല അടിപൊളി കാര്യം കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മളെ ലൈഫിൽ മൾട്ടി ടാസ്കിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈഫ് കുറേ ഈസിയായി മാറും കേട്ടോ. അപ്പോൾ അതാ ഉപ്പേരി വറവിടാൻ വേണ്ടിയിട്ടുള്ള ഉള്ളി അതിലോട്ടിട്ടു. അതിലോട്ട് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നമ്മൾ ഉപ്പേരിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ അതിലോട്ട് ഒഴിച്ചു കേട്ടോ. ഇനി അതൊന്ന് വറ്റിച്ചെടുക്കുക അല്ലെങ്കിൽ വറവിട്ടെടുക്കുക, അത്രേ വേണ്ടുള്ളൂ കേട്ടോ. പിന്നെ അതുപോലെ നമ്മുടെ ചോറായിട്ടുണ്ട്. എനിക്ക് ഈ വാർക്കുന്ന സംഭവം ഇപ്പോൾ അടുത്ത് വാങ്ങിയതാണ്, അതുകൊണ്ട് അതിൽ വാർക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ഞാൻ വാർത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇപ്പം ഇത് മോന് വേണ്ടിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി മോനെ റെഡിയാക്കാൻ വേണ്ടി പോകണം കേട്ടോ. അപ്പോൾ മോനെ റെഡിയാക്കാൻ വേണ്ടി പോകുമ്പോൾ തന്നെ ഞാൻ ഇസ്തിരിപ്പെട്ടിയൊക്കെ താഴ്ത്തായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അടുത്ത് പോകുന്നു, കാരണം ഡ്രസ്സൊന്നും അയൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല യൂണിഫോം. അപ്പോൾ ആദ്യം ഞാൻ യൂണിഫോം അയൺ ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ ഞാൻ മോനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് മുന്നേ. എന്നിട്ട് മോനെ ഞാൻ പല്ലേപ്പിക്കാൻ വിട്ടു. ആ പല്ലേപ്പിക്കുന്ന സമയം കൊണ്ടാണ് ഞാൻ ആ ഷർട്ടൊക്കെ അയൺ ചെയ്ത് വെക്കുന്നത്. എന്നിട്ട് അവൻ കുളിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ ഞാൻ തല തുറത്തി കൊടുക്കുക, അങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ എനിക്ക് അവന് ചെയ്യേണ്ടുള്ളൂ, ബാക്കിയൊക്കെ അവൻ ചെയ്യും. അപ്പോൾ ഞാൻ തല തുറത്തി കൊടുത്ത് വന്നു. പിന്നെ ഡ്രസ്സൊക്കെ ഞാൻ തന്നെ ഇട്ട് കൊടുക്കുക, എന്നാലേ എനിക്കൊരു സന്തോഷം ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അമ്മ ആണെങ്കിൽ അമ്മ, അങ്ങനെ ഞങ്ങളാരെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിനൊന്നും അവനായിട്ടില്ല, സെക്കൻഡ് സ്റ്റാൻഡേർഡിലായിട്ടുള്ളൂ. പിന്നെ മുടിയൊക്കെ ചീന്തി കൊടുത്ത് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. എനിക്ക് അവൻ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ എനിക്ക് എന്തോ ഒരു ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കുറവ് കിട്ടാറുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ താഴത്തോട്ടേക്ക് വീണ്ടും പോയി. എന്നിട്ട് ഞാൻ അവന് ബെൽറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ബെൽറ്റ്, ടാഗ്, ഈ കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് ഒരു ഉമ്മയും കൊടുത്ത് അവന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുത്തി. അവന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഭയങ്കര മടിയാട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് എന്നല്ല, എന്ത് ഫുഡ് കഴിക്കാൻ അവന് മടിയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ പാരലായിട്ട് വന്നിട്ട് അവന് വായ കൊടുക്കുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും പണിക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഇട്ട് ഞാൻ ചെയ്യുന്നുണ്ട് ഇരിക്കുന്നത്. എനിക്ക് സ്കൂളിൽ പോകുമ്പോൾ കുട്ടികൾ ഇതുപോലെ ഇങ്ങനെ കുറി തൊട്ട് പോകണം, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ ഞാൻ കുറി തൊട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അവൻ്റെ ലഞ്ച് ബോക്സ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് പോകട്ടോ. ഒന്നുമില്ല, അവനിപ്പോൾ ചെറിയൊരു സ്റ്റൊമക്കിൻ്റെ പെയിൻ ഉള്ളതുകൊണ്ട് അധികം വറുത്തതും പൊരിച്ചതൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ചോറും ഈ പയറുപ്പേരി, അവന് പയറ്, മുതിര അങ്ങനെ സംഭവങ്ങളൊക്കെ ഉപ്പേരി നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതുണ്ടെങ്കിൽ തന്നെ അവൻ ചോറിനും പിന്നെ സാമ്പാർ ഉണ്ടെങ്കിലും ഇഷ്ടമാണ്. അപ്പോൾ പയറ് ഉപ്പേരി ചോറുമാണ് അവന് കൊടുത്തയക്കുന്നത്. ഇപ്പോൾ സ്നാക്സ് ഇല്ല കേട്ടോ. ഈ മറ്റേത് ഫ്രൂട്ട്സ് എന്തെങ്കിലും നമ്മൾ സ്നാക്സ് ആയിട്ട് കൊടുക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ 2ാം ക്ലാസ്സിലെത്തിയപ്പോൾ അവൻ ബിഗ് ബോയ് ആയി എന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ സ്നാക്സ് ഇല്ല. അപ്പോൾ ഇതാ നമ്മൾ ലഞ്ച് ബോക്സ്
ആക്കി റെഡിയാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ വീണ്ടും ചെറിയ മോനെ വിളിക്കാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ. അപ്പോൾ അവൻ അപ്പോഴേക്കും ആ ഒരു സമയമാകുമ്പോഴേക്കും അവൻ എണീറ്റ് വരിക. അവൻ എണീറ്റ് വരുമ്പോൾ തന്നെ അമ്മേ വിശക്കണു എന്ന് പറഞ്ഞിട്ട് എണീറ്റ് വരിക കേട്ടോ. അപ്പം വലിയ ആൾ പോകുമ്പോഴേക്കും ഇവനെ ഉണർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവനെ പല്ലേപ്പിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുക, അതേ പണി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ദാ അവൻ ടാറ്റയൊക്കെ കൊടുക്കുക. അവൻ ഏട്ടൻ പോണത് അവന് കാണണം കേട്ടോ. അവന് ഇങ്ങനെ ഇതുപോലെ ടാറ്റയൊക്കെ കൊടുക്കണം. എന്നിട്ട് ഞാൻ പിന്നെ ഏട്ടനും അമ്മയ്ക്കുള്ള ചായ റെഡിയാക്കി. അതുപോലെ മീനുണ്ടായിരുന്നു, അപ്പോൾ മീൻ വറുക്കാൻ വെച്ചു കേട്ടോ. എന്നിട്ട് ഞാൻ അമ്പാടീനെ ബ്രഷ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടും പോകണം. ഞാൻ ചില ദിവസങ്ങളിൽ അമ്പാടീനെ കുളിപ്പിക്കാറുണ്ട്, ചില ദിവസങ്ങളിൽ അച്ഛനും അമ്മയും ആരെങ്കിലും കുളിപ്പിക്കുക, അല്ലെങ്കിൽ ഏട്ടനുണ്ടെങ്കിൽ ഏട്ടൻ കുളിപ്പിക്കും. അപ്പോൾ ഏട്ടനുള്ളതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെ അമ്പാടീനെ കുളിപ്പിക്കാറില്ല കേട്ടോ, ഏട്ടനാണ് ചെയ്യാറുള്ളത്. പിന്നെ അവനെ ബ്രഷ് ചെയ്യിപ്പിച്ചു. കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു കേട്ടോ. ഞാൻ അപ്പം കഴുകിയെടുക്കാത്ത കുറച്ച് പാത്രങ്ങൾ, ഈ കുക്കർ അങ്ങനെ വലിയ വലിയ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ ഒന്ന് കഴുകിയെടുത്തു കേട്ടോ. എന്നിട്ട് ഞാൻ അടുക്കള ഒന്ന് ക്ലീൻ ചെയ്ത് മോന് ഭക്ഷണം കൊടുക്കാൻ പോകാമെന്ന് വിചാരിച്ചു. കാരണം ആ ക്ലീനിങ്ങും കൂടി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്, ഭയങ്കര ശ്വാസം കിട്ടിയൊരു ഫീലാണ് കേട്ടോ. അപ്പോൾ അതാ ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഉച്ചയ്ക്കുള്ള കറി അധികം അമ്മയാണ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ എനിക്ക് കറിയുടെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ അങ്ങനെ കറി ഉച്ചയ്ക്കുള്ളത് ചിലപ്പോൾ ഞാൻ തലേ ദിവസം മീൻ കറിയൊക്കെ ആണെങ്കിൽ ഉണ്ടാക്കി വയ്ക്കും, അല്ലെങ്കിൽ അമ്മ ആണ് ഉച്ചയ്ക്കുള്ള കറി ഉണ്ടാക്കുക. പിന്നെ സാമ്പാറൊക്കെ ഉള്ള ദിവസമാണ് രാവിലെ നമ്മൾ ദോശയ്ക്ക് സാമ്പാറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ സാമ്പാറിന് ഉച്ചയ്ക്ക് എടുക്കും. അപ്പോൾ ദാ എൻ്റെ ലഞ്ച് ബോക്സാണിത്. ഞാൻ പയറും മീൻ വറുത്തതും ആണ് കൊണ്ടുപോകുന്നത്. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റും കൂടി കഴിച്ചു. അപ്പോൾ ഇന്നത്തെ പണികൾ ഏകദേശം കഴിഞ്ഞു. പിന്നെ ഞാൻ മേക്കപ്പ് ചെയ്യുന്ന വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ, എനിക്ക് അതിനൊന്നുള്ള ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മൾ ഓഫീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ട ഡ്രസ്സ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യാം കേട്ടോ, ഫോളോ ചെയ്യുകയും കൂടി ചെയ്യുക. ബൈ.